സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് വഴി ബലിയാടാക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് പുരുഷന്മാർ നമ്മൾക്കിടയിലുണ്ട്. 2023 കണക്കെടുത്താൽ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ പറ്റാതെ ആത്മഹത്യ ചെയ്ത പുരുഷന്മാരുടെ എണ്ണം എന്ന് പറയുന്നത് 4865 ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്ത സ്ത്രീകളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ 23% കൂടുതലാണ്. ഇതിനെ അറുതി വരുത്താൻ നമ്മുടെ ഭരണകൂടം തയ്യാറായി കഴിഞ്ഞു എന്നുള്ള വിവരം നിങ്ങളെ ഈ ക്രിസ്മസ് ദിനത്തിൽ തന്നെ അറിയിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. I move for leave to introduce the bill, the National Commission for Men Bill 2025. നാഷണൽ കമ്മീഷൻ ഫോർ മെൻ ബിൽ 2025 പാർലമെന്റിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഈ ഒരു ബില്ല് നിയമമായിട്ട് അടുത്ത വർഷം തന്നെ നമ്മുടെ രാജ്യത്തുണ്ടാവും. ഈ ഒരു ആക്ട് നിലവിൽ വന്നു കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഓരോന്നായിട്ട് പറഞ്ഞുതരാം. ഈ മെൻ കമ്മീഷന് സിവിൽ കോടതി പോലുള്ള അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ടാകും. അതായത് കക്ഷികളെയോ സാക്ഷികളെയോ വിളിച്ചു വരുത്താനും ഡോക്യുമെന്റുകൾ പരിശോധിക്കാനും അന്വേഷണത്തിന് ഉത്തരവിടാനുമെല്ലാം ഈ മെൻസ് കമ്മീഷന് അധികാരമുണ്ട്. ഭാര്യമാർ വീട്ടിൽ കിടന്ന് ഭയങ്കര അഴിഞ്ഞാട്ടം, കുത്ത്, ചീത്തവിളി, ബഹളം, പിള്ളേരെ കാണിക്കാതിരിക്കൽ, ക്രൂരമായിട്ടുള്ള പെരുമാറ്റം, ഭർത്താക്കന്മാരെ തന്തയെന്നുള്ള എടുത്തിട്ട് അടിക്കുന്നു, ചകാരിക്കുന്നു, അങ്ങനെ വേണ്ടവിധ കണ്ടമാന ബഹളങ്ങളും കാണിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരിടത്തും പോയി പരാതി പറയാനുള്ള നിലവിൽ ഒരു സംവിധാനമില്ല. എന്നാൽ മെൻസ് കമ്മീഷൻ വന്നാൽ നമുക്ക് അവിടെ പോയി പരാതി പറയാം. ഈ പെണ്ണുങ്ങളുടെ ആക്രമണത്തെ ചെറുക്കാനും അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനും മെൻസ് കമ്മീഷന് അധികാരമുണ്ട്. അണ്ണാ, കുടുംബത്ത് മാത്രമല്ല അണ്ണാ പെണ്ണുങ്ങൾ ഈ ബഹളം വയ്ക്കുന്നത്, പിന്നെ ജോലി സ്ഥലത്തും ഉണ്ടാ. പേടിക്കേണ്ടത്, ജോലി സ്ഥലത്തും പെണ്ണുങ്ങൾ ഇത്തരത്തിലുള്ള അക്രമങ്ങളോ അഴിഞ്ഞാട്ടങ്ങളോ വേണ്ടാധീനങ്ങളോ കാണിച്ചു കഴിഞ്ഞാൽ മെൻസ് കമ്മീഷനിൽ പോയി പരാതിപ്പെട്ടാൽ മതി. വേറൊരു പ്രശ്നമാണ് ഈ സ്ത്രീധന പീഡന പരാതി എന്നും പറഞ്ഞ് കളവായിട്ട് കേസ് കൊടുക്കണം. നമ്മുടെ 498A പോലുള്ള അതിപ്പോൾ പെണ്ണുങ്ങൾ നേരിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പോലീസ് FIR രജിസ്റ്റർ ചെയ്യും. ഇതിന് വല്ല പരിഹാരം ഉണ്ടാകുന്ന ഉണ്ടേ, അതിൽ വേറൊരു വിറ്റ്. അതായത് ഈ 498A കേസുകൾ, സ്ത്രീധന പീഡന പരാതി ഒരു പെണ്ണ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുകൊടുത്താൽ 30 ദിവസം എടുത്തിട്ടേ FIR ഇടാവൂ. അതായത് 30 ദിവസത്തിനുള്ളിൽ ഇവർ പരാതി അന്വേഷിക്കണം, ഇതിനകത്ത് കഴമ്പുണ്ടോ എന്ന്. കഴമ്പുണ്ടെങ്കിൽ മാത്രം FIR ഇട്ടാൽ മതി. ഇനി ആ അന്വേഷണത്തിൽ ഇതൊരു കളവായിട്ടുള്ള പരാതിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ തക്കതായ തടവ് ശിക്ഷയും ഹെവി ആയിട്ടുള്ള ഫൈനും ഇവളുമാർക്കെതിരെ ചുമത്തും. അപ്പോൾ കുറേ എണ്ണം പേടിക്കും, അങ്ങനെ കള്ളപ്പരാതി നിൽക്കും. എന്നാൽ നിങ്ങൾ ഈ പറയുന്നത് കേസ് കൊടുക്കണം, കേസ് നടത്തണമെന്നൊക്കെ. ഇപ്പോൾ നിലവിലുള്ള കേസുകൾ തന്നെ 10ഉം 12ഉം വർഷം എടുത്താണ് തീരണം. അതിനിടയ്ക്ക് നമ്മൾ ഈ കേസ് കൊണ്ടു കൊടുത്ത് എപ്പോൾ തീരുമെന്നാ? അതിനും വഴിയുണ്ടടേ. സ്പെഷ്യൽ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ മെൻസ് കമ്മീഷന് വേണ്ടി നിയമിക്കണം. ഇത്രയും നാൾ അവളുമാരല്ലേ അഴിഞ്ഞാടിയത്, ഇനി നമുക്കൊന്ന് അഴിഞ്ഞാടാം. കഥ മാറട്ടെ, കളം നിറയട്ടെ, നിനക്കെൻ കാവൽ ഉയർത്തോഴ ഞാൻ.